ഹായ് ഗായ്സ്, നമസ്കാരം. അപ്പോൾ അങ്ങനെ ശ്യാമ അടുത്ത കഥ പറയാൻ പോവാണ്. അപ്പോൾ രാധികയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അങ്ങനെ നിൽക്കണ്. അവളായിരിക്കും ആ സ്റ്റോറിയിലെ ആ മകള് എന്ന് വിചാരിച്ച് അവൾ ആകാംക്ഷയിൽ അങ്ങനെ നിൽക്കണ്. ബാക്കി കഥ എന്തായി, ആ കുഞ്ഞിന് എന്താ സംഭവിച്ചതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. നമ്മുടെ ജയഭാരതി മുത്തശ്ശിയാണെങ്കിൽ അവൾ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അവളുടെ ഇൻട്രസ്റ്റ് ഒക്കെ കണ്ടിട്ട് ജയഭാരതി മുത്തശ്ശിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും ഒന്നും അറിയാത്ത മട്ടിൽ അങ്ങനെ ആ പ്രോഗ്രാം കാണാണ്. അപ്പോൾ ആ അവതാരിക പറയുന്നുണ്ട്, ഞങ്ങളെല്ലാവരും ആകാംക്ഷയിൽ നിൽക്കണം കുഞ്ഞിന് എന്താണ് സംഭവിച്ചതെന്ന്. പിന്നെ ഞങ്ങളെ കമ്പനിക്ക് ഒരുപാട് കോളുകളാണ് വരുന്നത്. ഒരുപാട് ആളുകൾ ആ കുഞ്ഞിന് എന്താ സംഭവിച്ചതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് കോളുകളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് അമ്മമാരുടെ സങ്കടം, ഒരുപാട് അമ്മമാരൊക്കെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ കുഞ്ഞിന് ഒന്നും സംഭവിക്കാതെ ഇപ്പോഴും ജീവനോടെ ഉണ്ടെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകളൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ശ്യാമ മേഡം തന്നെ പറഞ്ഞു തരും. അപ്പോൾ എന്താണ് മേഡം സംഭവിച്ചത്, പിന്നെ എന്താണ് ആ കുഞ്ഞിന് നടന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ശ്യാമ മേഡം ആണെങ്കിൽ വീണ്ടും ആ കഥ ഒന്നുകൂടി പറയാണ്. ആ അമ്മക്ക് ശ്യാമ മേഡം പ്രസവിച്ച് തൊട്ട് വീണ്ടും ഇങ്ങനെ ആ സ്റ്റോറി പറയുന്നുണ്ട്. അത്രയും കഷ്ടപ്പെട്ട് പ്രസവിച്ചതാണ്, വയറ്റാട്ടി പോലും ബുദ്ധിമുട്ടാണ് പ്രസവിക്കാൻ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ അവിടെ കിടന്ന് പ്രസവിച്ചതും പിന്നെ പ്രസവിച്ച് കഴിഞ്ഞ സമയത്ത് കുഞ്ഞിന് ജീവനില്ല എന്ന് പറഞ്ഞതിന് ശേഷം കുഞ്ഞിന് ജീവൻ ഉണ്ടായി കരഞ്ഞതും പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് പാട്ടൊക്കെ പഠിപ്പിച്ച് വളർത്തിയെടുത്ത് അവസാനം അരുന്ധതിയുടെ ആ ക്രൂരത, ആ ശബ്ദം അരുന്ധതി അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവരുടെ മകൾക്ക് വേണ്ടി ഈ ശ്യാമ പാടിയ കാര്യങ്ങളും പിന്നെ വിവാഹമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്നുണ്ടായ ഒരുപാട് ശത്രുക്കളും ആ ഫാമിലിയിലുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും പിന്നെ ഐശ്വര്യ വന്ന ശത്രു, അങ്ങനെ ആ സംഭവങ്ങളൊക്കെ വീണ്ടും അങ്ങ് റിപ്പീറ്റ് അടിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ആ ശ്യാമക്ക് പൂർണ്ണ ഗർഭിണിയായിട്ട് ആ പ്രസവവേദന വന്ന ആ സമയത്തുള്ള ആ രാത്രിയിൽ ആ കഥ വീണ്ടും ശ്യാമ അങ്ങ് പറയാണ്. അവർ നമ്മുടെ അഖിൽ സാറിനെ അവർ വെട്ടി നുറുക്കിയതൊക്കെ കണ്ണുകൊണ്ട് കണ്ടു നിൽക്കുന്ന ആ ഒരു കാഴ്ചയെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്. അത്രയും സ്നേഹിക്കുന്ന ഒരാളെ മുന്നിൽ നിന്ന് വെട്ടി കൊല്ലുന്ന ഒരു കാഴ്ചയൊക്കെ നോക്കി നിന്ന ആ ഒരു അവസ്ഥയും അഖിൽ സാർ ആ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന സമയത്തും ആ കുഞ്ഞിനോടും അവളോട് രക്ഷപ്പെടാൻ വേണ്ടി പറയണം. ആ ചോരക്കുഞ്ഞിനെ എടുത്ത് ഓടാൻ പറയാണ്. അങ്ങനെ ശ്യാമ ആ കുഞ്ഞിനെയും മുറുക്കെ പിടിച്ച് അവിടെ നിന്ന് അങ്ങ് ഓടി രക്ഷപ്പെടുന്നു. ആ ഓടി രക്ഷപ്പെടുന്നതിൻ്റെ ഇടയിൽ ശത്രുക്കളൊക്കെ പിന്നാലെ വന്ന് അവരെ അങ്ങ് വെട്ടി താഴെ ഇടുകയാണ്. ആ താഴെ ഇടുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ മാറോട് അണക്കുന്നുണ്ടെങ്കിൽ ആ ശത്രുക്കൾ ആ കുഞ്ഞിനെ അവരുടെ അടുത്തുനിന്ന് ബലമായിട്ട് പിടിച്ച് വാങ്ങി ആ കുഞ്ഞിനെയും കൊണ്ട് അങ്ങ് പോവാണ്. പിന്നെ ശ്യാമക്ക് ബോധം ഇല്ലാതായിപ്പോയി. പിന്നെ എന്താ സംഭവിച്ചതെന്നൊന്നും അറിയാതെ അവിടെ കിടക്കാണ്. പിന്നെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും നേരം പുലർന്ന് ഐശ്വര്യ വീട്ടിലിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ശത്രുക്കളോടാണ് സംസാരിക്കുന്നത്. അവരോട് പറയുന്നുണ്ട്, അപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആയി, ഇനി ആ കുഞ്ഞ് നമ്മുടെ കൈകളിലാണ്. അപ്പോൾ ആ കുഞ്ഞിന് ഇനി എന്താണ് സംഭവിക്കേണ്ടതെന്നുള്ള ചില പ്ലാനുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നടത്തിയെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഗൂഢാലോചന ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ നമ്മുടെ ശ്യാം ആ റൂമിൻ്റെ പുറത്തിരുന്ന് അങ്ങ് കേൾക്കാണ്. അപ്പോൾ ഐശ്വര്യ ആ ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് തന്നെ ഇത് നമ്മുടെ ശ്യാമനെയാണ് കാണുന്നത്. അപ്പോൾ ഒന്ന് പതറാണ്. കാരണം ഇവരെല്ലാം അറിഞ്ഞ് കഴിഞ്ഞ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഐശ്വര്യയാണെന്നുള്ള കാര്യമൊക്കെ ശ്യാമ അറിഞ്ഞ് കഴിഞ്ഞു എന്നുള്ളത് ഐശ്വര്യക്ക് മനസ്സിലായി. ഒന്ന് അവിടെ അങ്ങ് സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ ശ്യാമയുടെ അവസ്ഥയാണെങ്കിൽ ആകെ ജട പിടിച്ച് നിൽക്കണം. മുടിയൊക്കെ ഒരു ഭ്രാന്തിനെ പോലെ നിൽക്കണം. സ്വന്തം കുഞ്ഞിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, നിങ്ങളാണ് എൻ്റെ കുഞ്ഞിനെ തട്ടിയെടുത്തതെന്നൊക്കെ എനിക്കറിയാം. ഞാൻ എന്ത് വേണമെങ്കിലും തരാം. ഞാൻ ഇതുവരെ സമ്പാദിച്ചിട്ടില്ല എൻ്റെ സർവ്വ സ്വത്തുക്കളും. നിങ്ങൾ ചോദിക്കുന്ന എന്തും തരാം. അതിനെക്കാട്ടിലും വലുതാണ് എനിക്ക് എൻ്റെ കുഞ്ഞ്. എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ അങ്ങനെ പൊട്ടിക്കരയാണ്. ഇവൾ കരഞ്ഞ് കരഞ്ഞ് അവരുടെ ഈ ഐശ്വര്യയുടെ കാല് പിടിച്ച് കരയുന്നുണ്ട്. അപ്പോൾ ഐശ്വര്യക്ക് അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് അവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് എനർജി അവരുടെ ഫേസിൽ വരികയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, എന്തും തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഐശ്വര്യനോട് നമ്മുടെ ശ്യാമ പറയുന്നുണ്ട്, എന്തും തരാം, ചോദിക്കുന്ന എന്തും തരാം, പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞിനെ ജീവനോടെ തിരിച്ചു വേണം, എന്നാൽ ഞാൻ നിങ്ങൾ ചോദിക്കുന്ന എന്തും തരാം എന്നൊക്കെ പറയണേ. അപ്പോൾ ഓക്കെ സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യ പറയുന്നുണ്ട്, ഈ അമ്മയും അച്ഛനും ഈ അരുൺ സാറിൻ്റെ അമ്മയും അച്ഛനും എഴുതി വെച്ചിട്ടുള്ള സർവ്വ സ്വത്തുക്കൾ ആ കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വെച്ച സർവ്വ സ്വത്തുക്കളും ഈ ഐശ്വര്യയുടെ പേരിൽ അങ്ങ് എഴുതി വെക്കണം എന്നുള്ളൊരു അഗ്രിമെൻറ്റ് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്യാമയാണെങ്കിൽ ആ സ്വത്തിനെക്കാട്ടിലും വലിയ ഇമ്പോർട്ടൻ്റ് ആണ് സ്വന്തം കുഞ്ഞിന് കൊടുക്കുന്നത്. അതിനെക്കാട്ടിലും എത്രയോ വലുതാണ് അവർക്ക് ആ കുഞ്ഞ്. അപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞ് മതി, ആ സ്വത്തുക്കൾ മുഴുവനും നിങ്ങളെടുത്തോ, പോരാത്തതിന് ഞാൻ സമ്പാദിച്ച സ്വത്തുക്കളും എല്ലാം എടുത്തു, എൻ്റെ കുഞ്ഞിനെ തിരിച്ചു താ എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് കരയാണ്.
എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണം എന്നൊക്കെ പറയുമ്പോൾ ഈ ഐശ്വര്യ അങ്ങ് ഒരു വീഡിയോ കോൾ എടുത്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇവർ ഒരു ഓർഫനേജിലാക്കിയിരിക്കുകയാണ് കുഞ്ഞിനെ. അപ്പോൾ ആ ഓർഫനേജിൽ ഉള്ള ആ കുഞ്ഞിനെ വീഡിയോ കോളിൽ ഈ ശ്യാമക്ക് അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ശ്യാമ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഈ ഐശ്വര്യ നമ്മുടെ ശ്യാമനെയും കൊണ്ട് ആ ഒരു ഓർഫനേജിൽ പോയിട്ട് ആ കുഞ്ഞിനെ തിരിച്ചെടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്, ശ്യാമ എൻ്റെ കുഞ്ഞിനെ തിരിച്ച് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ആ റൂമിലേക്ക് അങ്ങ് ഓടുകയാണ്. കുഞ്ഞുള്ള ആ റൂമിലേക്ക് കുഞ്ഞിനെ ഒന്ന് വാരി പുണരാൻ വേണ്ടിയിട്ട് ഓടിപ്പോകുന്ന സമയത്ത് ആ തൊട്ടിലിൽ നോക്കുന്ന സമയത്ത് കുഞ്ഞ് ആ തൊട്ടിലിൽ കാണുന്നില്ല. ആ സമയത്ത് നമ്മുടെ ശ്യാമയുടെ മുഖഭാവം അങ്ങ് മാറുകയാണ്. അതുവരെ ഉണ്ടായിരുന്ന ആ സന്തോഷം എല്ലാം അങ്ങ് നഷ്ടപ്പെടുകയാണ്. കുഞ്ഞ് വീണ്ടും നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞിനെ ഇപ്പോഴും എൻ്റെ കയ്യിൽ കെട്ടിയിട്ടില്ല എന്നറിഞ്ഞ് ആ ഒരു സിസ്റ്ററോട് കൂടെ വന്നിരുന്ന സിസ്റ്ററോട് കരഞ്ഞ് പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞെവിടെ സിസ്റ്റർ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു വേണം, നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ എന്താ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സിസ്റ്ററോട് ഒരുപാട് കരഞ്ഞ് സംസാരിക്കുകയാണ്. എനിക്ക് എൻ്റെ കുഞ്ഞിനെ താ എന്നൊക്കെ പറഞ്ഞ് ഒരു ഭ്രാന്തിനെ പോലെ ഇങ്ങനെ അലറുകയാണ്. ആ സമയത്ത് ആ സിസ്റ്റർ പറയുന്നുണ്ട്, ഈ കുഞ്ഞ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, കുഞ്ഞിവിടെ ഉണ്ടായിരുന്നതാണ്, ഇതുവരെ ഇവിടെ കിടക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ സിസ്റ്റർ ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവരങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അറിയില്ല എന്താ സംഭവിച്ചതെന്ന് എന്നൊക്കെ പറയുമ്പോൾ ശ്യാമ വീണ്ടും അവിടെ ഒരു പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. സർവ്വ സ്വത്തുക്കളും എഴുതി കൊടുത്തിട്ടും കുഞ്ഞിനെ തിരിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഐശ്വര്യയാണ് ഇതിൻ്റെ പിന്നിലെല്ലാം. ഐശ്വര്യ വീണ്ടും ആ ഒരു ശത്രുവിനെ വിളിച്ചു വരുത്താണ്. അപ്പോൾ ഒരാൾ ആ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഐശ്വര്യയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മേഡം പറഞ്ഞ പോലെ ഞാൻ ആ ഓർഫനേജിൽ നിന്ന് കുഞ്ഞിനെ മാറ്റിയിട്ടുണ്ട്, ഇതാ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഐശ്വര്യ വീണ്ടും അവരുടെ ആ ക്രൂരത വീണ്ടും അങ്ങ് തെളിയിക്കുകയാണ്. അവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ധൈര്യം ഉണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇയാൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ധൈര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഐശ്വര്യ പറയുന്നത്, ഈ കുഞ്ഞിനെ ഇനി അങ്ങ് കൊന്നു കളഞ്ഞേക്ക്, ഈ കുഞ്ഞിന് ജീവനോടെ വേണ്ട, അതിലുള്ള പണം ഞാൻ നിനക്ക് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ബാഗിൽ നിന്നും കുറച്ച് പൈസയുടെ കെട്ടെടുത്തിട്ട് അയാൾക്ക് അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ ഇയാൾക്ക് കൊന്നു കളയാം എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ഒന്ന് പതർന്നുണ്ടെങ്കിലും ഓക്കെ ഞാൻ കൊല്ലാം എന്നൊക്കെ സമ്മതിച്ച് ഇയാൾ ആ പണം കൊണ്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഐശ്വര്യ ആ ഒരു കൊല ചെയ്യുമെന്ന് എന്തായാലും പറയുന്ന ഈ കൊട്ടേഷൻ കൊടുത്ത് അയാൾക്ക് പോലും അങ്ങ് വിശ്വസിക്കാൻ കഴിയാത്തൊരു ഭാവമാണ് അയാളുടെ മുഖത്തുള്ളത്. അത്രയും പിഞ്ഞു കുഞ്ഞിനെ ഒന്ന് കൊന്നു കളയുക എന്ന് പറയുന്നത് അയാൾക്ക് ഒരു നിസ്സഹായാവസ്ഥ അയാളുടെ മുഖത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ അയാളൊന്നും പറയാതെ ആ കുഞ്ഞിനെയും ആ പണവും കൊണ്ട് അങ്ങ് പോവാണ്. എന്നിട്ട് അയാളൊരു നടയിലിരുന്നിട്ട് ഇങ്ങനെ ആ കുഞ്ഞിനെയും ചേർത്ത് അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് അവരുടെ ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് ഈ കുഞ്ഞിനെ ഇനി കൊന്നു കളയാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഒരു ലാളിതൊക്കെ കണ്ടിട്ട് അയാൾക്ക് അതിന് കഴിയുന്നില്ല. അയാൾ പറയുന്നുണ്ട്, ഈ കുഞ്ഞിനെ എനിക്ക് കൊല്ലാൻ കഴിയുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അയാളിങ്ങനെ വിചാരിക്കുകയാണ്, ഈ കുഞ്ഞിനെ ഞാനൊരു കുട്ടവഞ്ചിയിലാക്കി ഈ പുഴയിൽ അങ്ങ് ഒഴുക്കി വിടാം, ആർക്കെങ്കിലും കിട്ടി ആരെങ്കിലുമൊക്കെ വളർത്തിക്കോട്ടെ, ഈ കൊന്നു കളയുന്നേക്കാട്ടും നല്ലത് എവിടെയെങ്കിലും പോയി ഈ കുഞ്ഞ് ജീവിക്കുന്നതാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ആ കുഞ്ഞ് ആ കൊട്ടവഞ്ചിയിലാക്കി പുഴയിൽ അങ്ങ് ഒഴുക്കി കളയാണ് എന്നുള്ള കഥകളൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ ശ്യാമ. ഇതൊക്കെ കേട്ട് നമ്മുടെ രാധികക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാണ്. കാരണം അവളോട് അവളുടെ അച്ഛൻ ആദ്യമേ പറഞ്ഞതായിരുന്നു, അവളെ കിട്ടിയിരുന്ന സമയത്ത് പുഴയിലൂടെ ഇങ്ങനെ കുട്ടവഞ്ചിയിലാക്കി ഒഴുക്കി വിട്ടതാണ് ഞാൻ എടുത്തത്, ഒരു ജീവനുള്ള കുഞ്ഞായിരുന്നു, ആ കുഞ്ഞാണ് ഞങ്ങൾ അങ്ങനെയാണ് നിന്നെ വളർത്തിയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ രാധിക അങ്ങനെ ഓർക്കണം. അത് ഓർത്ത് കഴിഞ്ഞതിന് ശേഷം ഇവൾക്ക് അങ്ങ് കൺഫേം ആവാണ്, ഞാനാണ് ശ്യാമയുടെ സ്വന്തം കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളങ്ങ് വിളിച്ച് നേരെ പൂജാമുറിക്ക് ഓടാണ്. അപ്പോൾ ഈ ഓടുന്നത് കണ്ടിട്ട് പത്മിനി നമ്മുടെ ജയഭാരതി മുത്തശ്ശി അവളെ അങ്ങ് നോക്കി അങ്ങനെ സങ്കടപ്പെടുന്നൊക്കെ ഉണ്ട്. സത്യങ്ങളൊക്കെ അവളോട് തുറന്ന് പറയണമെന്നുള്ള നല്ല ആഗ്രഹം അവർക്കുണ്ടെങ്കിലും അവർക്കതിന് കഴിയുന്നില്ല. ഇവളെങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാമെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ഇവർ നേരെ ഇവരുടെ പിന്നാലെ പോവുകയാണ്. അപ്പോൾ നേരെ ഈ പൂജാമുറിയിൽ ചെന്നിട്ട് ആ കണ്ണൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞു പറയുന്നുണ്ട്, ഞാനാണ് ശ്യാമയുടെ മകള്, എനിക്കറിയാം അച്ഛൻ എന്നോട് ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ ഒരു കുട്ടവഞ്ചിയിൽ നിന്ന് പുഴയിലാണ് കിട്ടിയെന്നുള്ളത്, ഞാനല്ലേ, എനിക്ക് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് കരയുന്ന സമയത്ത് നമ്മുടെ ജയഭാരതി മുത്തശ്ശിയും പത്മിനി അങ്ങോട്ട് വരുന്നിട്ട് പറയുന്നുണ്ട്, എന്താ മോളെ നീ കാണിക്കുന്നത്, എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവൾ പറയുന്നുണ്ട്, അമ്മേ ശ്യാമയുടെ മകൾ ഞാനാണ്, ശ്യാമേടത്തിൻ്റെ മകൾ ഞാനാണ്, എന്നോട് അച്ഛൻ ഒരിക്കൽ പറഞ്ഞിരുന്നു എന്നെ കിട്ടിയതൊരു കുട്ടവഞ്ചിയിൽ നിന്നാണെന്ന്, ഒരു പുഴയിൽ ഒഴുകി വരുന്ന രീതിയിലാണ് എന്നെ കിട്ടിയതെന്ന്, അപ്പോൾ ഞാൻ തന്നെയാണ് ശ്യാമയുടെ മകൾ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്, വെപ്രാളം വെക്കുന്നൊക്കെ ഉണ്ട്. ഈ ഒരു കാര്യം വേറെ ആരോടെങ്കിലുമൊക്കെ ഒന്ന് അറിയിക്കണം, എന്നാലും കുറച്ചൊരു സമാധാനം കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വേഗം വരുണിനെ വിളിക്കുകയാണ്. പക്ഷെ വരുൺ ആ സമയത്ത് അവരുടെ ഓഫീസിലെ കാര്യങ്ങളെല്ലാം അച്ഛനുമായിട്ട് ഡിസ്കസ് ചെയ്യാണ്.
അപ്പോൾ അച്ഛനോട് വരുൺ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വരുണിൻ്റെ അച്ഛൻ ഈ ഫയലുകളൊക്കെ നോക്കിയിട്ട് വലിയൊരു അട്ടിമറിയാണല്ലോ നടന്നത്, ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനീനെ തന്നെ തകർക്കുന്നൊരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര സീരിയസ് ഡിസ്കഷനിലാണ്. അപ്പോൾ ഈ ഒരു അട്ടിമറി നടന്നത്, ഈ ബെഞ്ചമിൻ ഒപ്പിച്ച് വെച്ച പണി എന്ന് പറയുന്നത് കണിമംഗലം തന്നെ തകരുന്ന രീതിയിലുള്ളതാണ്. അപ്പം ഇയാൾ പറയുന്നുണ്ട് നമ്മളെ കമ്പനി തകർക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിയാക്ഷനാണിത്. ഒരുപാട് പേര് ഇതിന് എന്തൊക്കെ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഇത്രയും വലിയൊരു അട്ടിമറിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പിന്നെ മുന്നേ നമ്മുടെ ആ ഫുഡ് ട്രക്ക് അവിടെ കോർട്ടിൽ പിടിച്ചു വെച്ചിരുന്ന കാര്യം, ആ ഒരു പോർട്ടിൽ പിടിച്ചു വെച്ച ആ പ്രൊഡക്റ്റ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എങ്ങനെ ലഹരി കടന്നതെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അത് അവിടെ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ സർവ്വ സ്വത്തുക്കളും നമ്മുടെ വീടൊക്കെ പണയം വെച്ചിട്ടാണ് നമ്മൾ അതൊക്കെ റെഡിയാക്കി എടുത്തത്, ആ കേസൊക്കെ ഒന്ന് ഒഴുക്കി വിട്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കടക്കണിയിലാണ്. പക്ഷേ ഈ ഒരു കടക്കണി എന്ന് പറയുന്നത് നാട്ടുകാരറിയാൻ പാടില്ല. നാട്ടുകാരറിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രസ്റ്റീജ് എല്ലാം നഷ്ടപ്പെടും. നമ്മൾ നാണം കെടും ആളുകളുടെ ഇടയിൽ. നമ്മുടെ ഇതുവരെ ഉണ്ടാക്കിയ സർവ്വ ഇമേജ് നമുക്ക് അങ്ങ് നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇവർ സംസാരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ സർവ്വ സ്വത്തുക്കളും കാര്യങ്ങളും എല്ലാം പണയം വെച്ച് നിൽക്കുകയാണ് എന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ ഓരോ പറയുന്നുണ്ട് എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാം അച്ഛാ ഞാൻ ഈ കമ്പനി ഏറ്റെടുത്തതിന് ശേഷം അച്ഛന് ഞാൻ നഷ്ടങ്ങൾ മാത്രം തന്നിട്ടുള്ളൂ എന്നുള്ളൊരു തോന്നൽ അച്ഛന് വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഒരാളെ കുറ്റപ്പെടുത്തിയിട്ട് പഴി ചാതിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കേണ്ടത് എന്നാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ രാധിക വിളിക്കുന്നത്. രാധികൻ്റെ ഫോൺ കാണുമ്പോൾ ഇവൻ അതിലും വലിയൊരു പ്രശ്നത്തിലാണ്. അത് വീണ്ടും ചിന്തിക്കാൻ എന്നൊക്കെ മട്ടിൽ അവൻ ആ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഇവള് വീണ്ടും വിളിക്കുകയാണ്, എന്താ ഈ വരുണ് ഫോൺ എടുക്കാത്തതെന്ന് പറഞ്ഞിട്ട് ഇവർ വീണ്ടും വിളിക്കുന്ന സമയത്ത് വരുണ് വീണ്ടും ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഇവള് പിന്നെയും വിളിക്കുകയാണ്. അപ്പോൾ ഈ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് വിളിക്കുന്നത് ഇങ്ങനെ വരുണിൻ്റെ അച്ഛന് കാണാണ്. അപ്പോൾ വരുണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് എടാ നീ ആ ഫോണൊന്ന് എടുത്ത് നോക്ക്, അവൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിട്ട് വിളിക്കായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വരുണ് വേഗം ഫോൺ എടുക്കുകയാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട് വരുൺ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയണം, അത് ക്ഷമ കുറിച്ചാണ് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് രാധിക ഞാൻ എന്നെ പിന്നെ വിളിക്കാം, ഞാൻ അച്ഛനെ അയച്ച് ഒരു സീരിയസ് ഡിസ്കഷനിലാണ്, ഇപ്പോൾ അതിനെക്കുറിച്ച് സമയം ഇല്ല, അതേക്കുറിച്ച് സംസാരിക്കാനുള്ള സമയമല്ല, നീ ഫോൺ വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ ഫോൺ വെക്കുകയാണ്. അപ്പോൾ രാധികയാണെങ്കിൽ ഒന്നും പറയാനും നിന്നിട്ടില്ല, ഇവനങ്ങ് ഫോൺ വെച്ചും ചെയ്തു. അപ്പോൾ രാധികക്ക് ഇങ്ങനെ വെപ്രാളം വരികയാണ്, എന്താ ഇവനൊന്ന് ഫോൺ എടുക്കാത്തത്, എന്നോടൊന്നും സംസാരിക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് ഇവളിങ്ങനെ ഒറ്റയ്ക്ക് റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇനി ഞാനിത് ആരോടാ പറയുക, എനിക്ക് ആരോടെങ്കിലും ഇത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും, വരണാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഇവർ ചിന്തിക്കുന്നതൊക്കെ എന്തായാലും പത്മിനിയും നമ്മുടെ ജയഭാരതി റൂമിൻ്റെ പുറത്ത് ഇരുന്നിട്ടൊക്കെ കാണുന്നുണ്ട് ഇവളുടെ ഈ ഒരു ടെൻഷനും വെപ്രാളും എല്ലാം. അപ്പോൾ ഇവൾ ചിന്തിക്കുന്നുണ്ട് ശ്യാമ മേഡത്തിനെ പറ്റി നമുക്ക് പിതാ മേഡത്തിനോട് തന്നെ പറയാം, അപ്പോൾ ഞാൻ വേഗം അവരുടെ അടുത്ത് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളങ്ങ് മേലെ റൂമിലേക്ക് അങ്ങ് ഓടുകയാണ്. അപ്പോൾ ഇവൾ ഓടിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പത്മിനി അമ്മനോട് പറയുന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക് സത്യങ്ങളെല്ലാം അറിയാമല്ലോ, അവളുടെ ആ ഒരു ടെൻഷനൊക്കെ കണ്ടിട്ട് അമ്മക്കൊന്ന് പറഞ്ഞൂടെ, അപ്പോൾ ഇത്രയും വലിയ പ്ലാനുകളൊക്കെ നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നല്ലേ, ഇതൊന്നും എന്താ അവളോട് പറയാത്തത്, ഇവളിപ്പോൾ എന്തായാലും അവളുടെ അമ്മനെ സ്വീകരിക്കും എന്നൊക്കെ പറയുമ്പോൾ ജയഭാരതി മുത്തശ്ശി അറിയുന്നുണ്ട് അവളുടെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവൾ അമ്മനെ സ്വീകരിക്കും എന്നാണ് തോന്നുന്നത്. പക്ഷെ നമ്മൾ തുറന്നടിച്ച് അങ്ങ് പറയാൻ പറ്റത്തില്ല. ഇവളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവളുടെ ഇന്നലെ വരെ പറഞ്ഞിരിക്കുന്നത് അവളെ അമ്മയെ സ്വീകരിക്കില്ല, ശ്യാമമ്മയുടെ ആണെങ്കിലും അവളുടെ അമ്മയെ അവൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. അവർ അംഗീകരിക്കില്ല എന്ന് പറയുന്ന അവളോട് നമ്മൾ എങ്ങനെ ഈ സത്യങ്ങളൊക്കെ പറയുന്നത്, അതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും എന്ന് അറിയാൻ പറയാൻ കഴിയാഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ മിണ്ടാതെ അവളോടൊന്നും മിണ്ടാതെ നിൽക്കുന്നത്. അവളുടെ മനസ്സിൽ അവളുടെ അമ്മനോട് കാണണം, അവളുടെ അമ്മനോട് സംസാരിക്കണം, അതെൻ്റെ അമ്മയാണ് എന്നുള്ള ഒരു ഫീലിങ്സ് വരുന്നത് വരെ ഇനി ഒന്നും ചെയ്യുന്നില്ല. അവൾ എന്തൊക്കെ ചെയ്യുന്നതൊക്കെ നമുക്ക് നോക്കി നിന്നിട്ട് എല്ലാം നല്ലതിന് വേണ്ടിയാണല്ലോ ഇപ്പോഴത്തെ ടെൻഷൻ. ചെറിയൊരു ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ അവസാനം അതൊക്കെ നല്ല കാര്യത്തിൽ തന്നെയാണ് വന്നടിയുന്നത്. അതുകൊണ്ട് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവർ ഡിസ്കഷനിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ ജയഭാരതി മുത്തശ്ശി കാര്യങ്ങളൊക്കെ പത്മിനിയോട് പറഞ്ഞിട്ടുണ്ട്. ആ പത്മിനിക്ക് ഭയങ്കര സന്തോഷമാണ്. പത്മിനി പറയുന്നുണ്ട് ചമ്മയുടെ അമ്മയാണെങ്കിൽ ഒരിക്കലും അവൾ അത് തള്ളിക്കളയില്ല, അവളെ അമ്മയാണെന്ന് അംഗീകരിക്കും എന്നൊക്കെ ഇങ്ങനെ പത്മിനിയും പറയുന്നുണ്ട്.
ആ സമയത്ത് നമ്മുടെ രാധിക വസ്ത്രമൊക്കെ മാറിയിട്ട് നേരെ താഴേക്ക് ഓടി വരികയാണ്. അപ്പോൾ ഓടി വരുന്ന സമയത്ത് ഇവൾ പറയുന്നുണ്ട്, മുത്തശ്ശി എനിക്ക് പെട്ടെന്ന് തന്നെ ശവമേടത്തിൻ്റെ അടുത്ത് ഒന്ന് പോകണം, അത്രയ്ക്ക് അർജൻറ്റ് ആയതുകൊണ്ടാണ് ഞാൻ പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജയഭാരതി മുത്തശ്ശി അറിയുന്നുണ്ട്, അത് നിന്നെ ആരാ മോളെ തടഞ്ഞത്, നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ നീ പോയിക്കോ, നീ വിധാ മേഡത്തിൻ്റെ എടുത്ത് പോകുന്നതിന് ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല, നീ പോയി വാ മോളെ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, എനിക്ക് നിൽക്കാൻ സമയമില്ല, ഇത് എനിക്ക് അത്രയും അർജൻറ്റ് ആയതുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ വേഗം കാറെടുത്ത് അങ്ങ് പോവുകയാണ് വിധയുടെ അടുത്തേക്ക്. വിധാ മേഡാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഏടത്തെയും വിധാ മേഡം അവിടെ വന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇറങ്ങി അവൾ വീടിനകത്ത് കയറുന്നതിൻ്റെ മുന്നേ ഇങ്ങനെ പറയുന്നുണ്ട് അമൃതയെടുത്തി, അപ്പോൾ ഇനി നമ്മുടെ രാധികയുടെ കാര്യം എന്തായിരിക്കും ആവോ, അവളിപ്പോൾ സ്റ്റോറിയൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും, ഇനി അവളായിരിക്കും അത് എന്നുള്ള എന്തെങ്കിലും ഒരു സൂചന അവൾക്ക് ഉണ്ടാകുമോ എന്തോ അറിയില്ല, അവളുടെ റിയാക്ഷൻ എന്താണെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം, എന്താ സംഭവിക്കാമെന്നൊരു ഐഡിയ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് ഇവരിങ്ങനെ അതേക്കുറിച്ച് പറഞ്ഞ് നാവെടുക്കുന്ന സമയത്തുണ്ടാവും നമ്മുടെ രാധികയുടെ ഒരു വരവ്. അവൾ വേഗം ഓടിക്കതച്ച് വരുന്നത് ഇവരങ്ങ് തിരിഞ്ഞ് നിന്ന് നോക്കുമ്പോൾ അതാണ് കാണുന്നത്. അപ്പോൾ ഇവളെ നേരെ അങ്ങ് നോക്കുന്നത് തന്നെ അത് അവൾ കയറി വരികയാണ്. അപ്പോൾ ശ്യാമ അങ്ങ് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. ആ സമയത്താണ് എപ്പിസോഡ് എന്തായാലും അവസാനിക്കുന്നത്. അപ്പോൾ ഇനി രാധിക എന്തായാലും ശ്യാമനെ കാണുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. പിന്നെ നമ്മുടെ പ്രൊമോയിൽ കണ്ട പോലെ അവൾ നമ്മുടെ അമൃതേടത്തിനോടൊക്കെ ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട്, എനിക്ക് എന്തൊക്കെയോ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വിധാ മേഡത്തിൻ്റെ അടുത്തേക്ക് ഓടി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അമൃതേടത്തിയാണെങ്കിൽ അവളെ തടയുന്നൊക്കെ കാണിക്കുന്നുണ്ട്, എന്താ നീ സംസാരിക്കരുത്, നീ അങ്ങനെ വിധയുടെ അടുത്ത് പോവല്ലേ മോളെ, നീ എന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവിടെ അങ്ങനെ സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ട് ഇവളെന്തോ സത്യങ്ങളൊക്കെ അറിഞ്ഞ പോലെയാണ്, ഇവളുടെ മുഖഭാവമൊക്കെ കുറച്ച് ദേഷ്യം വന്ന പോലെയൊക്കെ ഉണ്ട്. അപ്പം ഇവരിഞ്ഞ് വിധാ മേഡത്തിൻ്റെ മുഖം മൂടി അങ്ങ് അയച്ചു മാറ്റുമോ, അതാ മുഖം മൂടി അങ്ങ് എടുത്തു മാറ്റിയിട്ട് ശ്യാമയാണ് എന്നൊക്കെ കാണിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം നാളെ കാണാം. ഓക്കെ, ബൈ ഓൾ.